ഹലോ ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, SSLC IT മോഡൽ എക്സാമിൽ സ്റ്റെല്ലേറിയം പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം. വിഷ്വലൈസ് ദ ടോട്ടൽ സോളാർ എക്ലിപ്സ് വിസിബിൾ ഫ്രം കൊച്ചിൻ ഓൺ 21st May 2031 at 1:03 PM ഇൻ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ. ഇവിടെ നമ്മൾ 2031 കൊച്ചിയിൽ വരാനിരിക്കുന്ന ഒരു സൂര്യഗ്രഹണമാണ് നമ്മൾ വീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിൻസ് നൽകിയിട്ടുണ്ട്. ലൊക്കേഷൻ കൊച്ചിൻ എന്നാണ്, ഡേറ്റ് നൽകിയിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് മൂണിനെയാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റെല്ലേറിയം എന്നുള്ളത് ഒരു പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയറാണ്. ആകാശ കാഴ്ചകൾ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അതിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള ആകാശ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രഹണം കണ്ടാലോ? ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇതിൽ രണ്ട് സൈഡിലും നമുക്ക് ടൂൾ ബാറുകളുണ്ട്. ടൂൾ ബാറുകൾ അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആ രണ്ട് സൈഡിലെയും ടൂൾ ബാറിന്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടൂൾ ബാറിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ചെറിയൊരു ട്രയാങ്കിൾ കാണാം. ആ ട്രയാങ്കിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് സ്ക്വയറായിട്ട് മാറും. ആ സമയത്ത് അതവിടെ ഫിക്സ് ആകും. താഴെയും ഇതുപോലെ ചെയ്താൽ ആ താഴെയുള്ള ടൂൾ ബാറും അവിടെ ഫിക്സ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലൊക്കേഷനാണ്. സോ F6 അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന ആ ടൂൾ ലൊക്കേഷൻ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ലൊക്കേഷൻ വിൻഡോയിൽ സെർച്ച് എന്നുള്ളത് കാണുമല്ലോ, സെർച്ച് ബാറിൻ്റെ അവിടെ നമ്മുടെ സ്ഥലം കൊച്ചിൻ എന്ന് ടൈപ്പ് ചെയ്യുക. സോ കൊച്ചിൻ കാണുന്നുണ്ട്, അതിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ സ്കൈ ആണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചയാണ് അവിടെ കാണുന്നത്, ആകാശ കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമതായി ഡേറ്റ്, അതായത് F4 ഡേറ്റിൽ നമ്മൾ കറക്റ്റ് ഡേറ്റ് അവിടെ നൽകണം. നമുക്ക് തന്നിരിക്കുന്ന ഇയർ 2031 ആണ്. അപ്പോൾ ആ ഡേറ്റിന് 2031 നൽകിയിരിക്കുന്നത്. സോ മുകളിലോട്ട്, വർഷം മുകളിലോട്ടും താഴോട്ടും ആക്കാൻ അവിടെ തൊട്ട് മുകളിലായിട്ട് ആ ഇയർ തന്നതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്, അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് വർഷം സെറ്റാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡേറ്റും ഡേയും ഒക്കെ നമ്മൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ടൈമാണ് സെറ്റ് ചെയ്യേണ്ടത്. 1:03 ആണ് സമയം, നൂണാണ്, ഉച്ചക്കാണ്. സോ 12 മണി വരെ നമ്മൾ ഉച്ച കഴിഞ്ഞ് പിന്നെ 1 മണി എന്നുള്ളത് 13, 14 ആ രീതിയിലാണ് നമ്മുടെ ടൈം സോൺ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1:03 ആണ്. സോ 13, 12 കഴിഞ്ഞ് 1 എന്ന് പറയുമ്പോൾ 13 കൊടുക്കാം. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സമയം 13:03 എന്ന സമയം നമ്മളിവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇയർ, മന്ത്, ഡേ, അതോടൊപ്പം ടൈം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് മൂണിനെയാണ്. അതിനായി ലെഫ്റ്റ് സൈഡിൽ നൽകിയിരിക്കുന്ന ടൂൾ ബോക്സിൽ നിന്ന് 4ാമത്തെ ടൂൾ സെലക്ട് ചെയ്യുക. സെർച്ച് വിൻഡോ, അവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുവച്ചാൽ തന്നെ സെർച്ച് വിൻഡോ എന്ന് കാണിക്കും. അല്ലെങ്കിൽ F3 ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വിൻഡോ പ്രത്യക്ഷമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ സെർച്ച് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ പ്രത്യക്ഷമായിട്ടുണ്ട്. അവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഒബ്ജക്റ്റ് മൂൺ എന്നുള്ളതാണ്. മൂൺ എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, മൂൺ ഇപ്പോൾ നമ്മുടെ ആകാശത്ത് വിസിബിൾ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മൂണിനെ നമ്മോട് സൂം ഇൻ ചെയ്തുകൊണ്ട് മാക്സിമം സൂം ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ കാണിച്ച് തന്നിരിക്കുന്നത് അതേ രീതിയിൽ സൂം ചെയ്യുക. ദെൻ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആ ക്വസ്റ്റ്യനെയൊക്കെ നമ്മളൊന്ന് മിനിമൈസ് ചെയ്യണം. ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ എക്സാം പ്രോഡക്ട്സിൽ സേവ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മൗസ് സ്ക്രോളിംഗ് ഉപയോഗിച്ചുകൊണ്ട്, മൗസിലെ സെൻറ്റർ സ്ക്രോളിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് മാക്സിമം സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട്, കീബോർഡിൽ സ്ക്രീൻഷോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്കറിയാലോ, സ്ക്രീൻഷോട്ട് എടുത്ത് ഇമേജുകൾ ഉണ്ടാകുക ഹോമിലെ പിക്ചേഴ്സിലാണ്. അവിടെ നിന്നും കോപ്പി ചെയ്യുക, റീനെയിം ചെയ്യുക, ദെൻ എക്സാം പ്രോഡക്ട്സിൽ സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പൂർത്തിയാകും. അപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള സൂര്യഗ്രഹണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുത്തു ശേഷം ഇത് സേവ് ആയിട്ടുണ്ടാവുക നമ്മുടെ പിക്ചേഴ്സിലായിരിക്കും. അവിടെ നിന്നും സേവ് ചെയ്യേണ്ട സ്റ്റെപ്സ് പൂർത്തിയാക്കുക. മോഡൽ എക്സാമിൽ സ്റ്റെല്ലേറിയം ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്.
ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ റേക്യാവിക്കിൽ ഒരു സൂര്യഗ്രഹണം ഡിസ്പ്ലേ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ റേക്യാവിക് ഐസ്ലാൻഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ നേരത്തെ ചെയ്ത അതേ ഫോമാറ്റിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യന്. നമ്മുടെ സ്ഥലവും ഡേറ്റും സമയവും മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഡേറ്റ് നമ്മൾ കറക്റ്റ് സെലക്ട് ചെയ്യുക. 2026 ഓഗസ്റ്റിൽ നടക്കുന്ന സൂര്യഗ്രഹണമാണ്. അതോടൊപ്പം ടൈം ഈവനിങ് 5:48 ആണ്. അപ്പോൾ ഈവനിങ് 5:48 എന്ന് പറയുമ്പം സമയം നമ്മൾ കൊടുക്കേണ്ടത് 17 ആണ്. ഓക്കെ, 17:48 ആ രീതിയിലാണ് സമയം കൊടുക്കേണ്ടത്. ദെൻ മൂൺ സെർച്ച് ചെയ്യുക. അപ്പോൾ നേരത്തെ ചെയ്ത അതേ ഓപ്ഷനിൽ തന്നെ മൂൺ സെർച്ച് ചെയ്യുക. അതെല്ലാം ലഭ്യമായതിനു ശേഷം നമ്മൾ ആ സ്ക്രീനിൽ നിന്ന് സൂം ചെയ്യുക, മാക്സിമം സൂം ചെയ്യുക. മൂണിനെ കാണുന്ന രീതിയിൽ അത് സൂം ചെയ്യുക. ശേഷം തന്നിരിക്കുന്ന ഫോമാറ്റിൽ അത് സേവ് ചെയ്യുക. രജിസ്റ്റർ നമ്പർ _Eclipse 2026 എന്ന പേരിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ തന്നെ അതേ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. സ്ഥലവും ഡേറ്റും മാറിയെന്ന് മാത്രം. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. താങ്ക്